എല്ലാവർക്കും പുതുവത്സരാശംസകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാ തലങ്ങളിലും പുതിയ ഭരണസമിതികൾ സ്ഥാനമേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ശക്തമായ രാഷ്ട്രീയ പ്രചരണങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാവരും നടത്തി. ആ ഘട്ടം പിന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികൾ സ്ഥാനമേറ്റതോടെ അവർക്ക് മുന്നിൽ പുതിയ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്. ഇന്ന് കാണുന്ന ത്രിതല പഞ്ചായത്ത് നഗരഭരണ സംവിധാനം രൂപപ്പെടുന്നതിന് പിന്നിൽ കേരളത്തിൻ്റേതായ സവിശേഷ ചരിത്രമുണ്ട്. ഭരണം കേവലം സെക്രട്ടേറിയറ്റിൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം താഴെത്തട്ടിലേക്ക് എത്തിക്കണമെന്ന ആദ്യം ശുപാർശ ചെയ്യുന്നത് 1957 രൂപീകരിക്കപ്പെട്ട EMSൻ്റെ നേതൃത്വത്തിലുള്ള ഭരണപരിഷ്കാര കമ്മിറ്റിയാണ്. ഗ്രാമതലത്തിൽ ഭരണനിർവഹണത്തിനുള്ള അടിസ്ഥാന യൂണിറ്റായി പഞ്ചായത്തുകൾ മാറുക, തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതികൾക്ക് കൂടുതൽ സ്വയംഭരണാധികാരം നൽകുക, ഇത്തരം ശുപാർശകളും ആ കമ്മിറ്റി മുന്നോട്ട് വെച്ചു. 1967 EMS മന്ത്രിസഭ വന്നപ്പോൾ ദ്വിതല സമ്പ്രദായത്തോടു കൂടിയുള്ള പഞ്ചായത്ത് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. 1987 നായനാർ സർക്കാരിൻ്റെ കാലത്താണ് ജില്ലാ കൗൺസിലുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഇന്നത്തെ നിലയിലുള്ള നഗരഭരണ സംവിധാനവും 73-74 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട്, കേരള മുനിസിപ്പാലിറ്റി ആക്ട് എന്നിവ മുഖേനയാണ് നിലവിൽ വന്നത്. 1995 ഒക്ടോബർ 2 അതനുസരിച്ച് ജനപ്രതിനിധികൾ സ്ഥാനമേറ്റെടുത്തു. അവിടെയും കേവലമായ പരിഷ്കരണമല്ല നമ്മുടെ സംസ്ഥാനം ലക്ഷ്യമിട്ടത്. വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലയിലേക്ക് എത്തിക്കുക എന്നത് പ്രധാനമായിരുന്നു. സാമ്പത്തികമായും സ്ഥാപനശേഷി കൊണ്ടും സ്വയംഭരണാധികാരം നൽകിയും ശാക്തീകരിച്ചുകൊണ്ടുള്ള ഒരു മാതൃകയാണ് നാം തേടിയത്. അതിനു പറ്റിയ ജനകീയാസൂത്രണം, ആ ജനകീയാസൂത്രണ പ്രസ്ഥാനം 1996 ആഗസ്റ്റ് 17 നിലവിൽ വന്നു. തുടർന്ന് സെൻ കമ്മിറ്റി രൂപീകൃതമായി. ആ സെൻ കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പൗരാവകാശ രേഖ, അറിയാനുള്ള അവകാശം തുടങ്ങിയവ ഉൾപ്പെടുത്തി സമഗ്രമായ നിയമഭേദഗതി 1999 കൊണ്ടുവന്നു. ഇതോടെ സംസ്ഥാനത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശക്തമായ സ്വയംഭരണ സംവിധാനങ്ങളായി മാറി. ഏറ്റവും അവസാനം 2022
ഫെബ്രുവരി 19 ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിലവിൽ വന്നു. പഞ്ചായത്ത്, ഗ്രാമവികസനം, നഗരകാര്യം, എഞ്ചിനീയറിംഗ് വിഭാഗം, നഗര ഗ്രാമാസൂത്രണം എന്നിങ്ങനെ വിവിധങ്ങളായി നിന്നിരുന്ന വകുപ്പുകളെ അതോടെ ഒറ്റ വകുപ്പാക്കി മാറ്റി. അങ്ങനെ പ്രാദേശിക സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനോപകാരപ്രദമായും ഫലപ്രദമായും നടപ്പിലാക്കുന്നതിനുള്ള ഏകീകൃത പ്ലാറ്റ്ഫോമാണ് നിലവിൽ വന്നത്.